കേരളത്തിലെ പ്രസിദ്ധമായ രണ്ട് മക്കാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രണ്ട് സയ്യിദുമാരുടെ ഉറൂസുകൾ ഈ വർഷം ഒരേ സമയം നടന്നപ്പോൾ ചരിത്രത്തിന്റെ ചില കൗതുകങ്ങളിലേക്ക് കൂടി അത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തേത് മമ്പുറം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. രണ്ടാമത്തേത് കൊല്ലം ജില്ലയിലെ കൊല്ലൂർവിള ജുമാ മസ്ജിദിന് സമീപമുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബാഫഖി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊച്ചുകോയ തങ്ങൾ. ഈ രണ്ട് മക്കാമുകളിലും അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദുമാരാണ്. രണ്ട് സയ്യിദുമാരും കേരളത്തിൽ ജനിച്ചവരല്ല, കേരളത്തിലേക്ക് യാത്ര ചെയ്തു വന്നവരാണ്. രണ്ട് സയ്യിദുമാരും ഹളറമി സയ്യിദുമാരാണ്. ഹളറമി എന്ന് പറയുമ്പോൾ അറേബ്യയിലെ യമനിലെ ഹളറമൗത്ത് എന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്ത സയ്യിദുമാർ. ചരിത്രത്തിന്റെ ഈ ഒരു സാമ്യതകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തോന്നിപ്പോവുകയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കേരളത്തിൽ മതപ്രബോധനം ലക്ഷ്യമാക്കി യാത്ര ചെയ്തവരാണോ എന്ന്. രണ്ട് ഉറൂസുകൾക്കിടയിലും രണ്ട് മഹാന്മാരുടെയും വഫാത്തിന്റെ ഇടയിൽ ചെറിയ വ്യത്യാസമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ മുഹറം 7-ന് മമ്പുറം തങ്ങളുടെ 188ാമത് ഉറൂസാണ് സമാപിക്കുന്നത്. വഫാത്തിന്റെ വാർഷികമാണ്. കൊച്ചുകോയ തങ്ങളുടെ 205ാമത് ഉറൂസാണ് സമാപിക്കുന്നത്. കേവലം 17 വർഷത്തെ വ്യത്യാസം മാത്രമാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു പോവുകയാണ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്നു വ്യാപിച്ച പ്രബോധന വ്യാപാര സഞ്ചാരങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ നമുക്കത് വ്യാപകമായിട്ട് കാണാൻ കഴിയും. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള ആളുകളായി ഹളറമി സയ്യിദുമാര് വ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഇവര് രണ്ട് സയ്യിദുമാരും അല്ലെങ്കിൽ രണ്ട് സയ്യിദ് കുടുംബങ്ങളും ഒരുമിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്ത് മതപ്രബോധന മേഖലയിൽ ഏർപ്പെട്ടവരാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ കൃത്യമായ ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും കൊല്ലം ജില്ലയിലെ സയ്യിദുമാരുടെ, പ്രത്യേകിച്ച് ഹളറമി സയ്യിദുമാരുടെ ചരിത്രങ്ങൾ കൃത്യമായി ലഭ്യമല്ല. എന്നിരുന്നാലും ഇവരുടെ കൂടെ യാത്ര ചെയ്ത 3 സയ്യിദുമാരാണോ ജോനകപ്പുറം മക്കാമിലും കൊല്ലൂർവിള മക്കാമിലും ആക്കോലി മക്കാമിലും അന്ത്യവിശ്രമം കൊള്ളുന്ന സഹോദരങ്ങളായ സയ്യിദുമാർ എന്ന് സ്വാഭാവികമായും നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. ജോനകപ്പുറം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ തങ്ങളുടെ 2 സഹോദരന്മാരാണ് കൊല്ലൂർവിള മക്കാമിലും ആഖോലി ജുമാ മസ്ജിദിനോടടുത്തുള്ള മക്കാമിലും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ തങ്ങന്മാർ ഹളറമികളാണ്, ബാഫഖി സയ്യിദുമാരാണ്. മമ്പുറം തങ്ങളുടെയും കൊല്ലത്തുള്ള ഈ സയ്യിദുമാരുടെയും പ്രവർത്തന മേഖലയിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൊല്ലം ജില്ലയിലെ വലിയ തങ്ങളുടെയും കൊച്ചുതങ്ങന്മാരുടെയും ചരിത്രത്തിൽ ജനങ്ങളോട് നിരന്തരമായിട്ട് ഇടപഴകി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത്, പരാധീനതകൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്ത്, ആശ്വാസവും സമാശ്വാസവുമായി നിലനിന്ന സയ്യിദുമാരായിരുന്നു അവർ എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇന്നും ആ മക്കാമുകളിലേക്ക് നിരന്തരമായിട്ട് വരുന്ന ഇസ്ലാം മതവിശ്വാസികളും ഇസ്ലാമേതര വിശ്വാസികളും ഒക്കെ അറിയിക്കുന്നത് അന്ന് നിലനിന്നിരുന്ന ആ ഒരു അവസ്ഥയുടെ തുടർച്ചയാണ്. ആ സയ്യിദുമാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക, ഇന്നും അവരുടെ മക്കാമിലേക്ക് പഴമായും പായസമായും അന്നത്തെ ഒരു തുടർച്ചയായി കൊണ്ടുവരിക, അത് അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്കൊക്കെ വിതരണം ചെയ്യപ്പെടുക തുടങ്ങിയ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സദാചാരങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചരിത്രത്തിന്റെ ചില കൗതുകങ്ങളും സാമ്യതകളുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, യമനിൽ നിന്ന് വന്ന, കേരളത്തിൽ സ്വാധീനം ചെലുത്തിയ നിരവധി മഹാന്മാരിലെ പ്രധാനപ്പെട്ട 2 കണ്ണികളാണ്, അതല്ലെങ്കിൽ സയ്യിദ് കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട 2 സയ്യിദ് കുടുംബങ്ങളാണ് കൊല്ലത്തുള്ള ഈ 3 സഹോദരന്മാരും മമ്പുറത്തെ സയ്യിദുമാരും എന്ന് നമുക്ക് ഊഹിക്കാം.